ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചരി നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇതായിപ്പോൾ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്, നന്നായി കഴുകിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് 2 കപ്പ് പച്ചരിക്ക് ഞാൻ ഒരു 1/4 കപ്പ് ഉഴുന്നാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് ഉഴുന്നിട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ സ്പൂണാണെങ്കിൽ 1 സ്പൂണ് ഉലുവിടുക. ഞാനിപ്പം ചെറിയ സ്പൂണായതുകൊണ്ട് 2 സ്പൂണ് ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നന്നായി വൃത്തിയാക്കി കഴുകി കുറച്ച് കൂടുതൽ വെള്ളത്തിൽ ഉഴുന്ന് ഇട്ട് വെക്കുക കേട്ടോ. കാരണം നമ്മൾ ഇതൊക്കെ അടിച്ചെടുക്കുന്നത് ഈ ഉലുവയും ഉഴുന്നും ഇട്ട ഈ വെള്ളം കൊണ്ടാണ് കേട്ടോ. അതൊരു ടിപ്സാണ്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക കേട്ടോ, അതേപോലെ തന്നെ ചെയ്യുക. ഇനി അത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 3-4 മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം 1 മണിക്കൂർ അതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അതിന് ശേഷം ഞാനിതാ ആ പച്ചരി എടുത്തിട്ട് മിക്സിൻ്റെ ജാറിൽ ഇട്ടിട്ടുണ്ട്. ഉഴുന്ന് കുതിർത്ത വെള്ളം കൊണ്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇതപ്പോൾ നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഉഴുന്നും വെള്ളയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം കുറച്ച് കൂടുതൽ വെള്ളം അതിൽ ചേർത്തുന്നത്. അതിൽ 1 കപ്പ് ചോറ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് കുറച്ച് കൂടുതൽ വെള്ളം അതിൽ ഒഴിച്ചെടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൂടുതൽ വെള്ളം ഒഴിക്കാതിരിക്കുക കേട്ടോ. വെള്ളം പാകത്തിന് തന്നെ ചേർത്ത് കൊടുക്കണേ. ലൂസായി കഴിഞ്ഞാൽ ഇഡ്ഡലി ശരിയാവില്ല, അപ്പം ശ്രദ്ധിക്കുക. അങ്ങനെ ഞാനത് ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുതിർത്ത് വെച്ചതിന് ശേഷം ഒരു 4-5 മണിക്കൂറൊക്കെ കുതിർത്തതിന് ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. മറക്കരുത് അതൊക്കെ. അതിനുശേഷം നമ്മൾ ഇത് കൈ കൊണ്ട് തന്നെ നന്നായി ഒന്നിങ്ങനെ കുഴച്ച് എടുക്കുക കേട്ടോ. കൈ കൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ. കൈ കൊണ്ട് ചെയ്യണതിനും കുഴപ്പമൊന്നുമില്ല, എന്നാലും കൈ കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നേരം വെളുക്കുമ്പോഴൊക്കെ നന്നായി പൊന്തി വരാനൊക്കെ സഹായിക്കും കേട്ടോ. അതാണ് പറയുന്നത്. അങ്ങനെ ഞാൻ നന്നായി ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. അത് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. നേരം വെളുത്താൽ നമ്മൾ എടുക്കുക. രാത്രിയിൽ ചെയ്ത് വെച്ചതാണ്. അങ്ങനെ നേരം വെളുത്തപ്പോൾ ഇട്ട് നോക്കിട്ടോ. അപ്പോൾ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്തില്ലേ, കണ്ടില്ല, നല്ല ഇതുപോലെ തന്നെ എല്ലാവരും ചെയ്ത് നോക്കട്ടാ. അതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു ലേശം അപ്പക്കാരം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊന്ന് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ഗ്യാസുമ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. അടിയിൽ കുറച്ച് വെള്ളമുണ്ട്. ചൂടാവുന്നതിന് ശേഷം ചൂടൊക്കെ ആകുമ്പോൾ നമ്മളെന്ത് ചെയ്യുക, കുറച്ച് ഓയിൽ അതിൽ പുരട്ടി കൊടുക്കട്ടോ.
അങ്ങനെ ഇഡ്ഡലി മാവ് ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഫുള്ളാക്കി ഒഴിക്കാതിരിക്കുക. ആ വക്കിനനുസരിച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മൂന്ന് തട്ടുണ്ട്. അപ്പോൾ അതിൽ മൂന്നിൽ ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മാവ് കൂട്ടുന്നതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ ചെയ്യുക. ഇഡ്ഡലി നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. ഇനി മൂന്നാമത്തെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇഡ്ഡലി തട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടോപ്പ് വെച്ചെടുക്കുക. അതാ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും അത് വെന്തിട്ടുണ്ടാവും. നല്ല രീതിയിൽ വെന്തിട്ടുണ്ടാവും. അപ്പോൾ നല്ല ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ ചൂടുള്ള ഇഡ്ഡലി നമ്മളെടുക്കുമ്പോൾ അതിങ്ങനെ അടിക്ക് പിടിക്കുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു നനഞ്ഞ സ്പൂണ് കൊണ്ട്, ചൂടുള്ളത് നനഞ്ഞ സ്പൂണ് കൊണ്ട് എടുക്കുക. നന്നായി ചൂടാറിയതിന് ശേഷമാണെങ്കിൽ ഇങ്ങനെ നനക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചൂടോടുകൂടെ എടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് നനച്ചെടുക്കുക. നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. 100% ഇത് ഉറപ്പ് തരുന്നു കേട്ടോ. ഇതുപോലെ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.